ഹലോ മുത്തുമണീസ്. അപ്പം ഇന്നതേ സബോള തോരൻ വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ എനിറ്റതും തന്നെ. അപ്പോൾ ഒന്ന് എനിക്ക് കൊടകരയ്ക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ കൊടകരയ്ക്ക് പോയി വന്നപ്പോൾ 4 കിലോ സബോള ഞാനും മേടിച്ചു കൊണ്ടു. അബുക്കുട്ടിന് ഇതറിയാണ്ട് അബുക്കുട്ടിന് 4 കിലോ മേടിച്ചു. അപ്പോൾ പിന്നെ സബോള തോരൻ കാബേജ് വെക്കണ പോലെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോപ്പറിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പണികൾ കഴിയുമല്ലോ. അപ്പോൾ ഒത്തിരി കുഴപ്പമുണ്ടാവും ചോപ്പറിൽ അരിയുമ്പോൾ. നമ്മൾ കൈ കൊണ്ട് അരിഞ്ഞ് കിട്ടുമ്പോൾ ഇത്ര കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതേ നാളികേര വെള്ളം എനിക്ക് എപ്പോഴും അവകാശപ്പെട്ടതാണ് കേട്ടോ. അത് ഞാൻ ആർക്കും കൊടുക്കില്ല, അത് ഞാൻ തന്നെ കുടിക്കുക. പിന്നെ നാളികേരത്തിൽ ഇതേ 5-6 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഇത്തിരി നല്ല ജീരകം. കാബേജ് തോരനിൽ പിന്നെ നമ്മൾ നല്ല ജീരകം ഇടാറില്ലല്ലോ. പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ഒന്ന് ചതച്ച പോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോഴേക്കും ഇന്ന് റേഷൻ അരിയായിരുന്നു. ചോറ് പെട്ടെന്ന് വെന്തു. ചോറ് ഊറ്റിയിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് നമ്മൾ കറിവേപ്പിലിട്ട് ചോപ്പമുളകൊക്കെ ഇട്ട് നമ്മുടെ സബോള കുട്ടന്മാർ അതിലങ്ങോട്ട് വാരി വിതറിയിട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് നമ്മുടെ നാളികേരം അതിലേക്കിട്ട് നമ്മളൊരു 10 മിനിറ്റ് വേണ്ട കേട്ടോ. സെയിം കാബേജ് തോരൻ തന്നെ, ഞാൻ പറഞ്ഞില്ല നല്ല ജീരകത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. പിന്നെ എനിക്കിന്ന് കൊഴുവ മീൻ അന്ന് മേടിച്ച് കൊണ്ടതിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡിയാക്കിയതിന് ശേഷം കൊഴുവ മീൻ റെഡിയാക്കാനായിട്ട് കൊഴുവ വേഗം ഉള്ളി മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഉള്ളിയൊക്കെ ഞാനതേ ചതച്ചാണ് എടുത്തത്. എന്നിട്ട് കോൽപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചു. അപ്പോഴേക്ക് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് മസാലയൊക്കെ ഇട്ട് നമ്മളിതേ പുരട്ടിയത് പാത്രത്തിൽ നീക്കി വെച്ചു. അത് ഉച്ച നേരത്തെ നമ്മൾ റെഡിയാക്കി എടുക്കുള്ളൂ. പിന്നെ ചാറ് ഒന്ന് കുറുതായി വന്നപ്പോൾ കൊഴുവ പിന്നെ ഒരു തിളച്ചാൽ മതിയല്ലോ. കൊഴുവ അതിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തു. അപ്പോഴേക്കും കടല പുട്ടും കടലായിരുന്നു രാവിലെ. അതിൽ നിന്ന് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഒഴിച്ച് മീൻകറി സെറ്റായപ്പോൾ ഞാൻ വാങ്ങി വെച്ചു. പിന്നെ അതിന് ശേഷം കടലുപ്പേരി തളിക്കാനായിട്ട് നമ്മളിതേ പാത്രം വെച്ചു. അതിലേക്ക് നമ്മൾ ചുമന്ന മുളകും വെളുത്തുള്ളി ഇത്തിരി കൂടുതലെടുത്തു. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം നമ്മളങ്ങോട്ട് വഴറ്റി കൊടുക്കാൻ മൂപ്പിക്കാൻ അങ്ങോട്ട് ഇട്ടു. അവൻ അങ്ങോട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി മുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ല അങ്ങോട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കടല ഇട്ട് കൊടുത്ത് നമ്മൾ വഴറ്റി അങ്ങോട്ട് എടുത്തു. ഇത്രയേ ഉള്ളൂ കടലുപ്പേരി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇത് സെറ്റായതിന് ശേഷം മൂടി വെക്കണം. അപ്പോഴാണ് ആ കടലിലേക്ക് ഈ എരിവും നാളികേരത്തിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി കൊഴുവ വറുത്തത് എടുക്കാൻ പറ്റിയില്ല, ഞാൻ കൊടകരയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ 3 മണി കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.